ഫ്രണ്ട്സും എല്ലാവരും വന്നതിൻ്റെ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ബിക്കോസ് എന്നെ സംബന്ധിച്ചോളം ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയായി. കുറേ കാലം ഫിലിം ഫീൽഡിൽ ഇറങ്ങിയിട്ട് ആദ്യമായിട്ടും ഒരു മലയാള സിനിമ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പ്ലസ് കഥകൾ എനിക്ക് വേറെ അറിയില്ലായിരുന്നു, ഞങ്ങളുടെ പോർഷൻ മാത്രമേ അറിയുള്ളായിരുന്നു. അപ്പോൾ ബാക്കി എല്ലാ കഥകൾ കാണുമ്പോൾ അത് ഓക്കെ ഇതാണ് കഥ എന്ന് അറിയുന്നതിൻ്റെ പ്ലസ് ഇതൊരു എക്സ്പെരിമെൻറ്റൽ വർക്കാണ്. അപ്പോൾ അതും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടെന്ന് അറിയാനൊരു സന്തോഷം. നമുക്ക് ഒരു മൂന്നാമത്തെ പടം ഒരുമിച്ച് കണ്ടൊരു ഫീലുണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്യാത്ത നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലൈമാക്സുകൾ കൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു പടമാണ്. പെർഫോമൻസ് എല്ലാവരും നല്ല രീതിയിൽ ചെയ്യും. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറുകളായതുകൊണ്ട് എല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സ്ക്രീനിൽ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ആൻഡ് അതുമാത്രമല്ലാതെ നിങ്ങൾക്ക് അശ്വിൻ ചേട്ടനൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ, ഒരു പടത്തിൻ്റെ കാശ് വന്നിട്ട് നിങ്ങൾക്ക് 5-6 സിനിമ കണ്ടിട്ട് പോകാമെന്ന്. അത് ശരിക്കും ഫീൽ ആവുന്നുണ്ട്. ലൈക്ക് ഓരോ എമോഷൻസും അങ്ങനെ നമുക്ക് ട്രാവൽ ആവുന്നുണ്ട്. ഡിഫറെൻറ്റ് സ്റ്റോറീസും ഡിഫറെൻറ്റ് എമോഷൻസും ഒരു പടത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ അതിൻ്റെ ഒട്ടും തന്നെ ചോരാതെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഒരു സിനിമയ്ക്ക് ഒരു മെസ്സേജ്, എന്ത് മെസ്സേജാണ്? പ്രത്യേകിച്ച് ഈ ടീനേജ് ലവ് അതൊക്കെ തുടങ്ങാൻ എളുപ്പമാണ്. പക്ഷേ അത് എത്രത്തോളം ലൈഫിൽ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു പ്രണയിക്കാൻ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത സമയത്ത് നമുക്ക് ചില കുട്ടികളൊക്കെ ചെന്ന് പെടുന്ന ചില പ്രണയങ്ങളൊക്കെ ചില ആൾക്കാരുടെ ജീവിതം മാറ്റുന്ന ഒരു സംഭവം, ഒരു സീരിയസ് ആയിട്ടൊരു മാറ്റത്തിലോട്ട് പോകുന്നതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. അതുമാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സിനിമയെ കൂടി പറയുന്നുണ്ട്. വരിക, വന്ന് കാണുക. അങ്ങനെ തോന്നുന്നുണ്ട്. അതെ, നമ്മൾ ഉദ്ദേശിച്ച കാര്യം തിയേറ്ററിൽ അത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ട്വിസ്റ്റുകളാണെങ്കിലും അതിൻ്റെ ഇമോഷൻസ് ആണെങ്കിലും ഓരോ സിനിമയിലും നമ്മൾ ഉദ്ദേശിച്ച ഇമോഷൻസും കാര്യങ്ങളെല്ലാം ആളുകൾക്ക് കിട്ടുന്നതായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് ഞാൻ പ്രേമലു ചെയ്തു, അത് കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ചെയ്യണത്. സിനിമ കാണുമ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെ? ഞാൻ ഫസ്റ്റ് ടൈമാണ്, എനിക്ക് പ്രേമലുവിൻ്റെ ടൈമിൽ വന്ന് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇപ്പോഴാണ് അങ്ങനെ ഒന്ന് കാണുന്നത്. ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോഴും, എസ്പെഷ്യലി നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടെ ഉള്ളപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. മൈ ബാൽക്കണി സെഗ്മെൻറ്റ് ഭയങ്കര ഫണ്ണായിരുന്നു ആക്ച്വലി. പിന്നെ റിനോയ് ചേട്ടൻ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തായിരുന്നു എങ്ങനെ ചെയ്യണം എന്നുള്ളത്. നമുക്ക് വർക്ക്ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു ഒരു 3 days. അപ്പോൾ അതുകൊണ്ട് എളുപ്പമായിരുന്നു കുറച്ചും കൂടി ക്യാരക്ടർ കൊണ്ടുവരാനായിട്ട്. നെക്സ്റ്റ് പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഇല്ല, അപ്കമിംഗ് ആയിട്ടൊന്നുമില്ല, ഡിസ്കഷൻ പൊയ്ക്കൊണ്ടിരിക്കുക. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്റേഴ്സിൽ വന്ന് തന്നെ സിനിമ കാണുക. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു സിനിമ കാണുന്നില്ല, ഒത്തിരി സിനിമ കാണുന്ന ഫീൽ ഉണ്ടാവും. ഈ ഒരു സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ ഒരു ടിക്കറ്റ് എടുത്താൽ ഒരു 3-4 സിനിമ കണ്ട് ഇറങ്ങുന്ന ഫീൽ എന്തായാലും കിട്ടും. സോ എല്ലാവരും തിയേറ്റേഴ്സിൽ വന്ന് തന്നെ സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഓഫ് കോഴ്സ് മൈ ബാൽക്കണിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാസ്റ്റത്തെ പോർഷനും എനിക്ക് ലാസ്റ്റ് കുറേ ട്വിസ്റ്റൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാനും ഇപ്പോഴാണ് സിനിമ ഫുള്ള് കാണുന്നത്. ഞങ്ങളുടെ ക്രൂവിൽ മെജോറിറ്റി ആൾക്കാർ ഇപ്പോഴാണ് ഫുള്ള് കാണുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പോർഷൻസ് മാത്രമേ അറിയുള്ളായിരുന്നു. സോ ആദ്യം തൊട്ട് എന്താ സംഭവിക്കുക എന്ന് അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് ഫുള്ള് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ അവളുടെ ചിയർ ഗ്രൂപ്പിലെ ആളാണ്. സോ സ്വാഭാവികമായിട്ടും എൻ്റെ വീട്ടിൽ നിന്നും സ്ക്രീനിൽ ഇതുപോലെ തന്നെ എൻ്റെ ഫാമിലിയിൽ ഒരാളെ കാണുന്നു എന്നുള്ള സന്തോഷം എനിക്ക് വളരെയധികമുണ്ട്. പക്ഷേ ഇതിന് മുന്നേ അഭിനയിച്ചിട്ടുണ്ട്, കന്നഡയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഷോർട്ട് ഫിലിംസ് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ മലയാള സിനിമയിൽ ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോയിൽ കുറച്ചുകൂടെ പോലെ സിനിമ കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. മോളെ സ്ക്രീനിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ഇനി വീട്ടിൽ പോയി ഞാൻ ഓരോ കാര്യങ്ങൾ വിശദമായി സംസാരിക്കുന്നതായിരുന്നു. ബട്ട് ഐ എം വെരി ഹാപ്പി ഫോർ ഐ എം വെരി എക്സൈറ്റഡ് ഫോർ. ഈ സിനിമയിൽ കുറേ പുതിയ ആൾക്കാരുണ്ട്. സോ ഐ തിങ്ക് ഇന്നത്തെ മലയാള സിനിമയിൽ നമ്മൾ എത്ര സിനിമകൾ എടുത്ത് നോക്കിയാലും കുറേ പുതിയ ഇന്നത്തെ തലമുറയിലുള്ള എല്ലാ വിഭാഗത്തിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും അഭിനേതാക്കളാണെങ്കിലും എത്രയോ പുതിയ ആൾക്കാർ വരുന്നുണ്ട്. സോ ഐ തിങ്ക് അത് തന്നെ കാണാനൊരു ഭയങ്കര സന്തോഷമുള്ളൊരു സമയമാണ്. സോ ഐ തിങ്ക് ഈ സിനിമയിൽ അങ്ങനെ കുറേ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവരും ആശംസിക്കുന്നു.